പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം. വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ദൈവവചന പ്രസംഗം നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് ടി വി മാധ്യമങ്ങളിലൂടെ. എനിക്ക് ഒരു വേദപഠനം പോലെയാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത്. കണ്ണടയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ, അന്ത്യകാല ദൈവിക വെളിപ്പാട് എന്താണെന്ന് കേട്ട് ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവെ, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ഹൃദയ കണ്ണുകളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കാലത്തിൻ്റെ ദൈവിക വെളിപ്പാട് കേട്ട് ഗ്രഹിപ്പാൻ കർത്താവ് ഇപ്പോൾ ഓരോരുത്തരുടെ ഉള്ളങ്ങളിൽ തൊട്ട് അവർക്കൊരു പുതിയ മാനസാന്തരത്തിൻ്റെ ഉണർവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ എന്ത് കേട്ട് ഗ്രഹിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ ആ ലെവലിൽ അവർക്ക് ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. 1 തെസ്സലോനിക്കർ 4:16. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൈവദൂത ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഇവയെക്കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട്. ചർച്ചകളിലും അല്ലാതെയൊക്കെ നാം ധാരാളം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ കേട്ട കാര്യങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് എപ്പോഴും തിരുവചന സത്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ബൈബിൾ പറയുന്നു, 2 or 3 വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാം എന്നാണ്. അത് പഴയ നിയമകാലം മുതൽ സുവിശേഷ കാലഘട്ടങ്ങളിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിലും എല്ലാം പറയുന്നത് അങ്ങനെ തന്നെയാണ്. 2 or 3 വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കാം. അപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം അറിയുക, ഇത് ഒരു ആത്മീക യാത്രയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, അല്ലെങ്കിൽ നിത്യത വരെ ഒരു ആത്മീക യാത്രയാണ്. ഈ യാത്രയുടെ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം അയക്കുന്ന മനുഷ്യരെയോ ദൈവത്തെയോ നാം അതത് കാലത്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ അത് കേൾക്കണം. ഉദാഹരണം, നോഹയുടെ സുവിശേഷമായി മോശയ്ക്ക് വരാൻ കഴിയില്ല, മോശയുടെ സുവിശേഷവുമായി യേശുവിന് വരാനും കഴിയില്ല. അപ്പോൾ ഓരോ കാലത്തിലേക്കും ദൈവം അതത് കാലത്ത്, അത് ശ്രദ്ധിക്കുക, അതത് കാലത്ത് ജീവിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവം നേരിട്ടോ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരയോ അതല്ലെങ്കിൽ ദൈവം അയക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾ മുഖാന്തരമോ ഇന്ന് പരിശുദ്ധാത്മ ശക്തിയാൽ അപ്പോസ്തലന്മാരിലൂടെ സംസാരിക്കുക ചെയ്യുമ്പോൾ നാം അതാണ് അനുസരിക്കാനുള്ളത്. അല്ലാതെ മുഴു ബൈബിളും ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. എങ്കിലും കാലത്തിൻ്റെ ദൈവിക വെളിപ്പാട് കേട്ട് ഗ്രഹിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവരാണ് അതത് കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടി. എൻ്റെ മെസ്സേജിൻ്റെ മെയിൻ പോയിൻ്റ് ഇതായിരിക്കും: ബ്രൈഡ്, റാപ്ചർ, ഫെയ്ത്ത്. അപ്പോൾ തന്നെ കാലത്തിൻ്റെ മണവാട്ടി, കാലത്തിൻ്റെ ദൈവിക വെളിപ്പാട് കേട്ട് ഗ്രഹിക്കുന്ന വ്യക്തികൾ ആണ് അതത് കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടി. അത് മറന്നു പോകരുത്. അപ്പോൾ ഇതൊരു യാത്രയാണ്. ഉൽപ്പത്തി മുതൽ ഓരോ കാലത്തും ദൈവം ഇങ്ങനെ അയക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശു വന്നപ്പോൾ മോശയുടെ സുവിശേഷവുമായിട്ട് വന്നില്ല, നോഹയുടെ സുവിശേഷവുമായിട്ട് വന്നില്ല. അപ്പോസ്തലന്മാർ വന്നപ്പോഴത്തേക്കും പഴയ സുവിശേഷമായിട്ടല്ല വന്നത്. പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ കൂടിയിരുന്ന് പരിശുദ്ധാത്മ ശക്തി ലഭിച്ച് അന്ന് മുതൽ അവിടെ അവർ എന്താണോ പ്രമാണിച്ചനുസരിക്കേണ്ടത് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തോ അതുമായിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നാം അതാണ് പ്രമാണിച്ചനുസരിക്കേണ്ടത്. ബൈബിൾ പറയുന്നു, അവൻ നമ്മെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാക്കി തീർത്തിരിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 തോന്നുന്നു അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും വസിക്കുന്നു എന്ന് എല്ലാവരും അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം മുതലാണ് പുതിയ നിയമസഭ തുടങ്ങുന്നത്. ആ പുതിയ നിയമസഭ, സുവിശേഷ കാലഘട്ടങ്ങൾ പുതിയ നിയമസഭയുടെ ആരംഭമില്ല. ജാതികളുടെ അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ആർക്ക് വേണ്ടി പുതിയ നിയമസഭ തുടങ്ങുന്നത് മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് വന്നിടം മുതലാണ്. അവിടെ മുതൽ അപ്പോസ്തലന്മാരിലൂടെ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് കേട്ട് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവരാണ് ഈ കാലത്തെ ക്രിസ്തുവിൻ്റെ മണവാട്ടി. ഇല്ല, മോശ അങ്ങനെ പറഞ്ഞു, മോശയുടെ കാലത്ത് അങ്ങനെ പറഞ്ഞു, നോഹയുടെ കാലത്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവന്നവരെല്ലാം മരിച്ചുപോയ ഒരു ചരിത്രമുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ആവർത്തന പുസ്തകം 18-19 പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ നിന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. അത് മോശയോട് പറയാണ്, യേശുവിൻ്റെ കാര്യം പറയാണ്.
അവൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സകലത്തിലും നിങ്ങൾ അവനെ കേൾക്കണം. അവനെ കേൾക്കാത്ത ഏതൊരുവനെയും ആ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയും എന്ന് മോശയിലൂടെ യഹോവ പറഞ്ഞിരുന്നു. അപ്പോൾ യേശുക്രിസ്തു വരുന്ന കാലത്ത് യേശുക്രിസ്തു എന്തു പറയുന്നുവോ അതാണ് കേട്ട് പ്രമാണിച്ചനുസരിക്കുക. ഇല്ലാതെ യേശുക്രിസ്തു യഹോവ പറഞ്ഞതിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പറഞ്ഞതിൽ മോശ പറഞ്ഞ നോഹ പറഞ്ഞതിന് വിരുദ്ധമായി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറകോട്ട് യാത്ര ചെയ്യരുത്. ഇതൊരു മുൻപോട്ടുള്ള യാത്രയാണ്. ഓരോ കാലഘട്ടമാണ്, കാലഘട്ടത്തിൻ്റെ സുവിശേഷമാണ്. അങ്ങനെ യേശു വന്ന് ശബ്ബത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ ആ കാലത്ത് ജീവിച്ചിരുന്ന ജനം എന്ത് ചെയ്തു? നീ ശബ്ബത്ത് ലംഘിച്ചിരിക്കുന്നു എന്ന് മുൻപുണ്ടായിരുന്ന വേദവാക്യങ്ങൾ മോശയുടെ കാലത്ത് എഴുതി കൊടുത്ത് ന്യായപ്രമാണത്തിൽ ലംഘിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇവിടെ ലംഘനമൊന്നും നടന്നില്ല. യേശുക്രിസ്തു ശബ്ബത്തിന് കർത്താവായതുകൊണ്ട് ശബ്ബത്തിൽ ഒരു മുടത്തിനെ സൗഖ്യമാക്കി എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവൻ തുള്ളിയും ചാടിയും നടന്നു. ഈ കാലത്തിൻ്റെ വചനമാണ് യേശു സംസാരിച്ചത് എന്ന് ഗ്രഹിക്കാത്തവരാണ് പഴയ വചനങ്ങളിലേക്ക് പോയി വചനം കൊണ്ടുവന്ന് യേശുവിനെ കല്ലെറിഞ്ഞവരെല്ലാം മരിച്ചുപോയി. പുതിയ സന്ദേശം കേട്ടപ്പോൾ പഴയ വചനവുമായി, വചനം പഴയതെന്നുള്ള ഉദ്ദേശിച്ചത് കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ വചനം ഇപ്പോൾ ആപ്ലിക്കബിൾ ആണെങ്കിൽ നാം അതുമായി മുന്നോട്ട് പോകാം. എന്തായാലും യേശുവിന് തെറ്റില്ല. ഓക്കെ. അപ്പോൾ യേശു വന്ന സമയത്ത് സുവിശേഷം പറഞ്ഞ് കേട്ട് വിശ്വസിക്കാതെ പഴയത് ഞങ്ങൾക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടെന്ന് പറഞ്ഞു പോയവരെല്ലാം ആത്മീകമായി മരിച്ചുപോയി എന്നും നമുക്കിന്നും മനസ്സിലാകും. എന്തുകൊണ്ടാണ്? നമ്മുടെ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും അവിടെ പറയുന്നത് അന്ന് അവർ കേട്ടതുപോലെ നാം ഒരു സദ്വർത്തനം കേട്ടിരിക്കുന്നു. അവർ മരുഭൂമിയിൽ മത്സരഗ്രഹങ്ങളായതുപോലെ നാമും മത്സരഗ്രഹങ്ങളാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടുത്ത് പിന്നെ യേശു പോകാൻ സമയത്ത് മത്തായി 24 അവിടെ 3 കാര്യങ്ങൾ ചോദിക്കും. കർത്താവേ, അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിൻ്റെ അടയാളം എന്ത്? ലോകത്തിൻ്റെ അവസാനം എന്ത്? അതെപ്പോൾ സംഭവിക്കും? യെരുശലേം ദേവാലയം എപ്പോൾ ഇടിയും? അതിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ അടയാളം എന്ത് എന്ന് ചോദിച്ചു. നോക്കൂ, മശിഹയെ തള്ളിക്കളഞ്ഞവരാണ് ആ കാലത്തുണ്ടായിരുന്ന 99% ക്രിസ്ത്യാനികളും. അത് ഓരോ കാലത്തും അങ്ങനെ തന്നെ. ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും കേൾക്കുന്ന നിങ്ങൾക്ക് ആദ്യം ഒരു ഞെട്ടലുണ്ടാകാം. ഇങ്ങനെ ആരും പറഞ്ഞു തരാറില്ല. ഓക്കെ. ഈ കാലത്തും ഈ കാലത്തിൻ്റെ ദൈവിക വെളിപ്പാട് കേട്ട് ഗ്രഹിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവർ 1-2% ഉണ്ടാവുകയുള്ളൂ, കൂടുതൽ ഉണ്ടാവില്ല. അപ്പോൾ നോക്കും, ഈ കാണുന്ന ക്രിസ്ത്യാനികളൊക്കെയോ, അതൊന്നും എനിക്കറിയില്ല, ബൈബിൾ അങ്ങനെ പറയുന്നു, ഈ കാലവും നോഹയുടെ കാലം പോലെ ആകും. നോഹയുടെ കാലം പോലെ എന്ന് വെച്ചാൽ കേട്ടനുസരിച്ച് വിശ്വസിച്ചവർ വളരെ ചുരുക്കം പേർ. ഓക്കെ. അപ്പോൾ ഇവിടെ അതെപ്പോൾ സംഭവിക്കും? യെരുശലേം ദേവാലയം എപ്പോൾ ഇടിയും എന്നാണ് അവിടുത്തെ ചോദ്യം. യേശു അതിനൊരു അടയാളം കൊടുത്തു. നോക്കൂ, പ്രധാനപ്പെട്ടത് ആ കാലത്ത് മശിഹ യേശുവിനെ വിശ്വസിച്ചിരുന്ന പള്ളിക്കാർ ആരുമില്ല. പരീശന്മാർ, ശാസ്ത്രിമാർ, സന്നദ്ധ സംഘം, സദൂക്യർ, ഇനി നിയമപാലകർ അല്ലെങ്കിൽ രാജാക്കന്മാർ, വിശ്വാസികൾ, ഭക്തന്മാർ, മക്കൾ, ആരും യേശുവിനെ കൈക്കൊണ്ടിട്ടില്ല. യേശുവിനെ കൈക്കൊണ്ടതാരാ? വഴിവക്കിൽ കിടന്ന് പുറത്ത് കിടന്നവരാ കൈക്കൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, സൈന്യം വന്ന് പള്ളി വളയുമ്പോൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവേൻ. വളരെ ശ്രദ്ധയോടെ കൂടെ ഈ 2 കാര്യങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞു, യേശു വന്നപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയെ തകർക്കാനായിട്ട് പഴയ കാലത്തെ ഒരു വചനവും കൊണ്ടുവന്ന് യേശുവിനെ കല്ലെറിഞ്ഞവരെല്ലാം മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഒരു അടയാളം കൂടെ പറയാണ്, സൈന്യം പള്ളി വളയുമ്പോൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവേൻ. ഇത് യേശു സംസാരിച്ച് കഴിഞ്ഞു. അത് വചനമായി അന്നത്തെ വേദഗ്രന്ഥത്തിൽ എഴുതി വെക്കണമെന്നില്ല. കാര്യം ആ കാലത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ സൈന്യം വന്ന് പള്ളി വളയുമെന്ന് യേശുവിന് മുൻകൂട്ടി കാണാം. ആ സമയത്ത് സൈന്യം വന്ന് പള്ളി വളയുമ്പോൾ യേശു സംസാരിച്ചതാണ് ആ കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അത് കേട്ട് വിശ്വസിക്കുന്നവരാണ് ആ കാലത്തിൻ്റെ മണവാട്ടി. ഇല്ല, പരീശന്മാർ, ശാസ്ത്രിമാരും, അതായത് ശാസ്ത്രിമാരാണ് ബൈബിളിനെ തലനാരിഴ കീറി പഠിച്ചിരിക്കുന്ന മഹാന്മാർ. ഒരു ഫലവുമില്ല. ഇന്നും അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ലോകമായിരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ടാണ് 2 ഉദാഹരണം. അപ്പോൾ സൈന്യം വന്ന് പള്ളി വളഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? കുറച്ച് ജനം ഓടി രക്ഷപ്പെട്ടു, മലമേൽ ഓടി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരോ അന്നത്തെ മതപണ്ഡിതന്മാരും ക്രിസ്ത്യാനികളെന്ന് ക്രിസ്ത്യാനി മീൻസ് അതെ ദൈവത്തിൻ്റെ ജനമെന്ന് അവകാശപ്പെട്ടിരുന്നവരാരും ഓടിപ്പോയില്ല. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ സൈന്യം പള്ളിക്കകത്തുള്ള വാതിലുകൾ, ജനലുകൾ അല്ലെങ്കിൽ കൊത്തുപണികൾ ഇതിൻ്റെയൊക്കെ സ്വർണം കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചകളും മാസങ്ങളോളം അവിടെ യഹൂദന്മാർക്ക് വന്ന് ആരാധന നടത്താൻ കഴിയാതായി. അപ്പോൾ അവർ നേരെ ഇങ്ങോട്ട് പോയി, വേദഗ്രന്ഥത്തിലേക്ക് പോയി. ഇന്നത്തെ ജനം പോകുന്നത് പോലത്തെ ഒരു കാര്യമാണ്. വേദഗ്രന്ഥത്തിലേക്ക് ചെന്നപ്പോൾ ശലോമോൻ രാജാവ് ആലയം പണിയുന്ന സമയത്ത് അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കർത്താവേ, നിൻ്റെ ജനം ഈ ആലയത്തെ നോക്കി നിന്നോട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ മുട്ടുമടക്കിയാൽ നീ അവരുടെ പ്രാർത്ഥന കേൾക്കണം. അത് കറക്റ്റായിരുന്നു. ആ കാലം മുതൽ യേശുവിൻ്റെ ഈ പള്ളി സൈന്യം വന്ന് പള്ളി വളയുന്നത് വരെയും നോക്കൂ, നിമിഷങ്ങളുടെ വ്യത്യാസമാണ്.
യെരൂശലേം ദേവാലയത്തിൽ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചിരുന്നാൽ ദൈവം കേട്ടിട്ടുണ്ട്, പ്രതിഫലം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ടൈം കഴിഞ്ഞു. പക്ഷേ ആ കാലത്ത് ജീവിച്ചിരുന്ന ജനത്തിന് അത് ബോധ്യമായില്ല. അതുപോലത്തെ ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത് തുടർന്നുള്ള വിഷയങ്ങളിൽ. അപ്പോൾ ആണ് ഞെട്ടിപ്പോകുന്ന പലരും. ഓക്കെ, അപ്പോൾ യേശു പറഞ്ഞ് പോയി കഴിഞ്ഞ് ഇത് വിശ്വസിച്ച് മലമേൽ ഓടിപ്പോയതെല്ലാം മണ്ടന്മാർ. ആർക്ക്? ഈ ബൈബിൾ ജ്ഞാനികൾക്കും വലിയ വലിയ പുരോഹിതന്മാർക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്കും ഭക്തന്മാർക്കും മണ്ടന്മാരായിരുന്നു. അവരെ എഴുതി തള്ളിയിരുന്നവരാ. പുറം ജാതിക്കാരെ പോലെ ആരോരുമില്ലാത്തവർ. അവർ കേട്ടിരുന്നു. അവർക്ക് യേശുവിൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നത് ദൈവവചനമെന്ന് അവർ ഗ്രഹിച്ചിരുന്നു. ബൈബിൾ പണ്ഡിതന്മാരാരും ഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ സൈന്യം വന്ന് പള്ളി വളഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് ഹനനയാഗം, ഭോജനയാഗം, അകൃത്യയാഗം, അങ്ങനെ ഒരുപാട് യാഗങ്ങൾ കഴിക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം യെരൂശലേം ദേവാലയത്തിൽ പോകണം, പ്രാർത്ഥന കഴിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുടക്കമുണ്ടായപ്പോൾ പുരോഹിതവർഗവും വിശ്വാസികളും കരുതി, ഓ, ഇങ്ങനൊരു വചനമുണ്ടല്ലോ, ബൈബിളിലുള്ള വചനമാണല്ലോ, വേദഗ്രന്ഥത്തിൽ. അവരെല്ലാം ആ ഗ്രന്ഥപ്രകാരം പള്ളിക്ക് ചുറ്റും വന്ന് മുട്ടുമടക്കി യഹോവയോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ആഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞ ശേഷം ഇതെല്ലാം കുത്തിയെടുത്തതിന് ശേഷം തീത്തോസ് രാജാവിൻ്റെ സൈന്യം പുറത്തേക്ക് വന്നപ്പോൾ, യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ഇതിൻ്റെ കൊത്തുപണിയുള്ള സ്വർണം മുഴുവനും എടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ യഹൂദന്മാരെല്ലാം പള്ളിക്ക് ചുറ്റും വളഞ്ഞ് അവർ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. നോക്കൂ, അവർക്ക് ഈ ജനത്തെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി എങ്ങും പോകേണ്ടി വന്നില്ല. ആ പള്ളിക്ക് ചുറ്റും വന്ന് മുട്ടുമടക്കിയ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ മുഴുവനും അവർ കൊന്നൊടുക്കി. എന്നാലോ ഇവർ കളിയാക്കിയ ഒരു കൂട്ടം പേർ ഇവിടുന്ന് ഓടിപ്പോയി. അവർ കളിയാക്കി, ഓ, കുറേ പേർ ഇവിടുന്ന് ഓടിപ്പോയി, ആഴ്ചകളും ദിവസങ്ങളും മാസങ്ങളുമായി ആഹാരം പോലും ലഭിക്കാതെ മരിച്ചിട്ടുണ്ടാകാം, മണ്ടന്മാർ എന്ന് പറഞ്ഞു. ഈ ജ്ഞാനികൾ, ഇന്നത്തെ ജ്ഞാനികൾ, ഒരു നിവൃത്തിയുമില്ലാത്ത പാവപ്പെട്ട ജനത്തെ, അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസി. പാവപ്പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തെ, കാലത്തിൻ്റെ ദൈവിക വെളിപ്പാട് തിരിച്ചറിയുന്നവരെ നോക്കി പരിഹസിക്കുന്നു. അവർ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നു. അവർ ഓടിപ്പോയത് ഒരു മലയിലേക്കാണ്. അത് ഒരു പാറമേലാണ് അവർ ഓടിപ്പോയത്. ആ പാറ ക്രിസ്തുവായിരുന്നു. നോക്കൂ, ഈ ക്രിസ്തീയ വിശ്വാസികൾ, ദൈവവിശ്വാസികൾ എന്ന് പറഞ്ഞ് കളിയാക്കിയവർ, ഈ ജനം ഓടിപ്പോയത് ക്രിസ്തുവിൽ മറയുകയായിരുന്നു. അവർ രക്ഷിക്കപ്പെട്ടു, അവർ രക്ഷയിലേക്ക് കടന്നുപോയി. ഇവരോ ആ കാലത്തിൻ്റേതല്ലാത്ത ഒരു ദൈവവചനവും കൊണ്ട് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സൈന്യം അവരെ മുഴുവൻ കൊന്നുകളഞ്ഞു. ഒരെണ്ണവും രക്ഷ പ്രാപിക്കില്ല. കാരണം യേശുവിൻ്റെ വായിലൂടെ വന്ന വചനം കേൾക്കാത്ത ഏവനോട് ഞാൻ ചോദിക്കുമെന്ന് ആവർത്തന പുസ്തകം 18:18-19 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 3:21 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ജനത്തിനെ ഛേദിച്ച് കളയും. ഞാൻ അവൻ്റെ നാവിൽ എൻ്റെ വചനങ്ങളാക്കും. അവൻ എൻ്റെ നാമത്തിൽ അവരോട് പറയുന്ന വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും എന്ന് യഹോവ ദൈവം കൽപ്പിച്ചിരുന്നു. നോക്കൂ, യേശു പറഞ്ഞത് കേൾക്കാതെ അവരുടെ കാലത്തുണ്ടായിരുന്ന തന്നെ വേദഗ്രന്ഥത്തിലെ വചനവുമായി നിന്നിട്ടും അവരെല്ലാം ദൈവം കൊന്നുകളഞ്ഞു. കാരണം ദൈവം നേരിട്ടോ അല്ലെങ്കിൽ അയക്കപ്പെട്ടവൻ മുഖാന്തരമോ അരുളി ചെയ്യുന്നതാണ് കേൾക്കേണ്ടത് എന്നതിനാണ് 2 ഉദാഹരണം പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമുക്കതിലേക്ക് വരാം. ഇന്ന് നാം കേട്ടനുസരിക്കേണ്ടത്, പോകുന്നതിന് മുൻപായിട്ട് തന്നെ അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്കായി ഒരുക്കി അവരെ മാളിക മുറിയിൽ പോയി കൂടിയിരുന്ന് പരിശുദ്ധാത്മാ ശക്തി ലഭിച്ച് സുവിശേഷത്തിനായി ഇറക്കി വിട്ടിരിക്കുന്നു. ഈ അപ്പോസ്തലൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടോ വിവരവും വിദ്യാഭ്യാസവും പാണ്ഡിത്യവും നോക്കിയിട്ട് തള്ളിക്കളയുന്ന ഏതൊരു വചനം തള്ളിക്കളഞ്ഞാലും അത് കർത്താവായ യേശു ക്രിസ്തുവിനെയും ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും തന്നെയാണ് ദുഃഖിപ്പിക്കുന്നത്. ആ വിഷയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തെറ്റി നിൽക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസം, നമ്മളിതിൻ്റെ ടൈറ്റിൽ കേട്ടു, പുതിയ നിയമസഭയുടെ വിശ്വാസം, എഫേസ്യർ ലേഖനം 4-ാമത്തെ അധ്യായം 4, 5, 6 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി, ആ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം, ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ, ശരീരം മീൻസ് സഭ ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, കർത്താവ് ഒരുവൻ, ആത്മാവ് ഒന്ന്, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇതാണ് പുതിയ നിയമസഭയുടെ വിശ്വാസം. അപ്പോസ്തലന്മാർ പറഞ്ഞതനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു 2ാമത്തെ വരവിന് മുൻപ് ഒരു സംഭവിക്കേണ്ട ഒരു വചനം പറഞ്ഞിരുന്നു. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. യേശുക്രിസ്തു ക്രൂശ് മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുൻപ് മത്തായി 13:30 ഒരു വചനം പറഞ്ഞിരുന്നു.
യജമാനൻ ദൂതന്മാരെ അയച്ചിട്ട് ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കും. അതെപ്പോൾ? കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുമെന്ന് പറഞ്ഞാൽ ഈ കളപ്പുര എന്നത് അങ്ങനെ ശേഖരിക്കപ്പെടുന്ന ചെറിയൊരു കൂട്ടം ജനമാണ് ദൈവസഭയുടെ അംഗം. എവിടെ നിന്നാണ് ശേഖരിക്കുന്നത്? ലോകത്തു നിന്ന്. ലോകമെന്നാൽ എന്താ? വയൽ. വയൽ എന്നാൽ സഭ. ഇന്ന് കാണുന്ന സഭകൾക്കകത്താണ് ദൈവം യേശുക്രിസ്തു മൂടുപടം ഇടാതെ, ശ്രദ്ധിക്കുക, മൂടുപടം ഇടാതെ യേശുക്രിസ്തു വിത്ത് വിതച്ചു. മൂടുപടം ഇട്ടുകൊണ്ട് മറ്റൊരുവൻ വന്ന് അവൻ്റെ വിത്ത് വിതച്ചു. രണ്ടും കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തിൻ്റെ നാളിൽ യജമാനൻ ദൂതന്മാരെ അയച്ചിട്ട് യഥാർത്ഥ ദൈവസന്തതികളെ, ആത്മാവിൽ ദരിദ്രനായവരെ, ദൈവവചന സത്യം അന്വേഷിക്കുന്നവരെ, ഈ ലോകത്ത് വചനം പറയുന്നവർ തങ്ങളുടെ ജീവിതം വ്യത്യസ്തമായിരിക്കുന്നു, വിശ്വാസം ഒരു രീതിയിൽ, ജീവിതം മറ്റൊരു രീതിയിൽ, അങ്ങനെയുള്ളവരല്ല. യഥാർത്ഥ വചനം തിരിച്ചറിയാൻ ആത്മാവിൽ ദരിദ്രരായി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറിയ ജനമുണ്ടാവുക. എല്ലാ സഭകളിലും ഉണ്ടാവാം. എല്ലാ സഭകളിലും എല്ലാവരും പോകണമെന്നില്ല. എങ്കിൽ യേശു പറഞ്ഞ അനേകം വചനങ്ങൾ തെറ്റിപ്പോകും. യേശു എന്താ പറഞ്ഞത്? ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, വഴി ഇടുക്കവും ഞെരുക്കവും, വാതിൽ ഇടുക്കമുള്ളതാവുന്നത്, കണ്ടെത്തുന്നവർ ചുരുക്കം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്രിസ്ത്യാനികളാണെങ്കിൽ എങ്ങനെയാണ് ശരിയായി പോകുന്നത്? എല്ലാ സഭകൾക്കും അകത്തുമുണ്ട് ദൈവത്തിൻ്റെ സന്തതി. ഇവയെ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കണം. അപ്പോൾ രണ്ടും ഏതാണ് ശരി എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ സഭകളിൽ നിറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഗോതമ്പ്, ഒറിജിനൽ സീഡിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുന്നത്. ഇങ്ങനൊരു ശുശ്രൂഷയുണ്ട്. ആരും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാറില്ല, ഒരു സഭകളും പഠിപ്പിക്കാറില്ല. പക്ഷേ യേശുക്രിസ്തു സംസാരിച്ച വചനം നിവർത്തിയാവുക തന്നെ വേണം. ഇങ്ങനെ പല പല സംഘടനകളുമായി വ്യത്യസ്തമായ വിശ്വാസം, വ്യത്യസ്തമായ സ്നാനം, വ്യത്യസ്തമായ ഉപദേശം, വ്യത്യസ്തമായ പ്രത്യാശ, വ്യത്യസ്തമായ ആത്മാവും പ്രാപിച്ചിരിക്കുന്ന ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നും എല്ലാ സഭകൾക്കകത്തും ഒന്നുപോലെ ചിന്തിക്കുന്ന വളരെ ചുരുക്കം പേരുണ്ടാകും. അവരാണ് യഥാർത്ഥ ദൈവസന്തതി. അവരെ കളപ്പുരയിലേക്ക് ശേഖരിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സഭാപ്രസംഗം 1:9 പറയുന്നു, സൂര്യന് കീഴെ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല, ഒരിക്കൽ സംഭവിച്ചതേ മറ്റൊരിക്കൽ സംഭവിക്കുകയുള്ളൂ. ഇനി സംഭവിക്കാനുള്ളതോ അതും കഴിഞ്ഞു പോയി, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അതും കഴിഞ്ഞു പോയി എന്നാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തു ഇത് പലർക്കും അറിയില്ല. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് നൂറുകണക്കിന് സഭകളും വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും ക്രിയകളുമായി ഇരിക്കുന്നു എന്നത് ദൈവം കണ്ടിട്ടാണ് പറഞ്ഞത് ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കണം എന്നത്. അങ്ങനെയെങ്കിൽ സൂര്യന് കീഴെ പുതിയതൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞാൽ മുൻപ് ഇങ്ങനെ സംഭവിച്ചിരിക്കണം. ആ വിഷയം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ വചനം മനസ്സിലാക്കണം. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൈവദൂത ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. നോക്കൂ, ലോകസഭകൾ മുഴുവൻ പഠിപ്പിക്കുന്നത് ഇത് 3 കാര്യമാണ്. 3 കാര്യവും ഒരുമിച്ച് കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ നടക്കും എന്നാണ് എല്ലാ സഭകളും പഠിപ്പിക്കുന്നത്. ഏത് സഭയെന്ന് ഞാൻ പറയുന്നില്ല, പഠിച്ചിരിക്കുന്ന നിങ്ങൾക്കറിയാം. എന്നാൽ അത് തെറ്റാണ്. ഇത് 3 കാര്യങ്ങൾ 3 സമയത്ത് നടക്കുന്നതാണ്. 3 സമയത്ത് ഇതുപോലൊരു വിഷയം നടന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, എപ്പോഴും സംസാരിക്കുമ്പോൾ ഇണവചനം ഉണ്ടായിരിക്കണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കൂ, ഇണവചനമില്ലാതെ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വചനം ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ വചനത്തെ അടുത്ത കാലഘട്ടത്തിൽ ദൈവം നേരിട്ടോ ദൈവം അയക്കുന്ന വ്യക്തികളിലൂടെ അതിനെ രൂപാന്തരപ്പെടുത്തി 2 അതിലധികമോ സ്ഥലത്ത് പറയുകയും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എങ്കിൽ ഈ കാലത്തുള്ള നാം അതാണ് എടുക്കേണ്ടത്. പഴയതിലേക്ക് പോയി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് മരിച്ചു പോയവരുടെ ചരിത്രമാണ് ഞാൻ 2 പറഞ്ഞത്. ഇനി ധാരാളം കാര്യങ്ങളുണ്ട്, 2 കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, പഴയ നിയമകാലം മുതൽ ദൈവം അയച്ച രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും ഒക്കെ ഓരോരുത്തരെയും വിശ്വസിക്കാത്തവരെല്ലാം മരിച്ചുപോയി. അവരെ കേട്ട് വിശ്വസിച്ചത് ചുരുക്കം, വളരെ ചുരുക്കം പേരാണ്. ഈ കാലവും അങ്ങനെ തന്നെയാണ്. കേൾക്കുമ്പോൾ ഞെട്ടണ്ട. പക്ഷേ ആത്മാർത്ഥമായി നിങ്ങൾ ദൈവവചനം അന്വേഷിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കായി കർത്താവിൻ്റെ ഈ അന്ത്യകാല വെളിപ്പാട് അല്ലെങ്കിൽ ദൂത് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. സ്തോത്രം. നിങ്ങൾ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഫോണിൽ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾ ഫോണിൽ ഓഡിയോ എങ്കിൽ റെക്കോർഡ് ചെയ്യുക, വീഡിയോ എടുക്കാൻ കഴിയുന്നവർ എടുക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പലരെയും ഇത് കൊണ്ട് ഗ്രഹിക്കാൻ പറയുക. ഇത് ഏതൊക്കെ സമയത്താണ് സംരക്ഷണം ചെയ്യണമെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൈവദൂത ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ആ വിഷയത്തിലേക്ക് നോക്കൂ. യേശുക്രിസ്തു ആദ്യത്തെ വരവിൽ വരുന്നതിന് മുൻപ് നൂറുകണക്കിന് വിശ്വാസത്തിൽ പ്രത്യാശയിലും പുനരുദ്ധാനമുണ്ടെന്നും ഇല്ലെന്നും
ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നും ഇല്ലെന്നും, അതുപോലെ മുൻപൊരു ജനനം ഉണ്ടായിരുന്നു, ഇനി മറ്റൊരു ജനനം ഉണ്ടാകുമെന്നും, ഇങ്ങനെ പലതരം വിശ്വാസങ്ങളുണ്ടായിരുന്നപ്പോൾ തെറ്റി നിന്നതിൽ നിന്ന്, അതായത് മലാഖി 4:5-6 പറയുന്നു, അപ്പന്മാരുടെ വിശ്വാസം, അതായത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് യേശുക്രിസ്തു വരുന്ന സമയത്തുള്ള ജനമെല്ലാം തെറ്റിപ്പോയിരുന്നു. അങ്ങനെ യേശുക്രിസ്തു വരുന്ന കാലത്തുള്ള ഇസ്രായേൽ മക്കൾ ആണ് ആ കാലത്തിൻ്റെ മക്കൾ, ദൈവജനം. അവർ അപ്പന്മാരായ പ്രവാചകന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിന്നവരെ യഥാസ്ഥാനത്താക്കുന്നതിന് വേണ്ടി എപ്പോൾ യേശുക്രിസ്തു വരുന്നതിന് മുൻപായി ഒരുവനെ അയക്കും. സ്തോത്രം. ആ വചനം അങ്ങനെ സംഭവിച്ച കാര്യം നമുക്ക് നോക്കാം. ഇവിടെ കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദേവദൂത ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം എന്ന നോക്ക്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. നോക്കൂ, 4:18 പറഞ്ഞു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. അന്യോന്യം ആശ്വസിപ്പിക്കേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കൂ, ഇവിടെ ആദ്യമേ തന്നെ ഒരു കാര്യം അറിയുക. ഇത് മൂന്നും നേരത്തെ പറഞ്ഞു 3 സമയത്ത് നടക്കുന്നതാണ്. കർത്താവ് താൻ ഗംഭീരനാദം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇന്ന് കാണുന്ന 100 കണക്കിന് സഭകൾക്കകത്തിരിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ മണവാട്ടിയെ, അതായത് ജീവനുള്ള മണവാട്ടിയെ, ശ്രദ്ധിക്കുക, ജീവൻ വിത്തിൻ ബ്രാക്കറ്റ്സ്, ജീവനുള്ള മണവാട്ടിയെ, സംഘടനാ സഭ എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ സഭകളും തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നോ ഇല്ലയെന്ന് ഈ വാക്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ദൈവത്തിൻ്റെ ജനത്തെ, യേശു പറഞ്ഞിട്ട് പോയി ഗോതമ്പിനെ കളപ്പരിൽ ശേഖരിക്കുക, ദൈവത്തിൻ്റെ ജനത്തെ, ജീവിച്ചിരിക്കുന്ന മണവാട്ടിയെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു കൂട്ടമായി കൂട്ടണം. ചെറിയൊരു കൂട്ടമായിരിക്കും, 99% പേരും വിശ്വസിക്കില്ല. ഇത് ചെയ്തതാണ് യോഹന്നാൻ സ്നാപകൻ. യേശുക്രിസ്തുവിൻ്റെ 1ാമത്തെ വരവിന് മുമ്പ് യോഹന്നാൻ സ്നാപകനെ ഉപയോഗിച്ചാണ് ആ കാലത്തിലുണ്ടായിരുന്ന ദൈവസന്തതികളെ വിളിക്കാൻ ദൈവം ശ്രമിച്ചത്. എന്നാൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഓരോ കാലത്തും ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യർ അതത് കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള മനുഷ്യനെയാണ് ദൈവം എപ്പോഴും ഉപയോഗിക്കുന്നത്. നോക്കൂ, നോഹയുടെ കാലത്ത് നോഹ വന്നു പറഞ്ഞാൽ നോഹയുടെ യജമാനൻ കേൾക്കുമോ? നോഹ ഒരു ആട്ടിടയനോ കൃഷിക്കാരനോ ആയിരിക്കാം. അവൻ വന്ന് പറഞ്ഞ് ആരും കേട്ടില്ല, ഭൂമിയിൽ ആരും കേട്ടില്ല. മോശ വന്ന് പറഞ്ഞ, മോശ വലിയ അഭ്യാസിയായിരുന്നു, വേദപണ്ഡിതൻ ആയിരുന്നു, ആരും കേട്ടില്ല. 30 ലക്ഷത്തോളം ജനമുണ്ടായിരുന്നു, വെറും 2 പേരാണ് കേട്ടത്, ബാക്കി ആരും കേട്ടില്ല. ന്യായാധിപന്മാരുടെയും പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും കാലമൊക്കെയും ഇങ്ങനെ തന്നെ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു വരുന്ന സമയത്ത് എല്ലാവരും തെറ്റി നിന്നപ്പോൾ യഥാർത്ഥ സന്തതിയെ പുറത്തേക്ക് വിളിച്ചു വരുന്നതിന് ജീവിച്ചിരിക്കുന്ന മണവാട്ടിയെ പുറത്തേക്ക് വിളിക്കുന്ന വിളിയാണ് കർത്താവ് താൻ ഗംഭീരനാദം. ഇത് യോഹന്നാൻ സ്നാപകൻ സഭകൾക്കകത്തേക്കാണ് വിളിച്ചു പറഞ്ഞത്. അന്ത്യകാല ദൂത്, ഒരു കാഹളം, സഭകൾക്കകത്തേക്ക് ഈ കാഹളം ഊതിയപ്പോൾ അവിടെ ഒരു യുദ്ധത്തെ കൊണ്ടുവന്നു. എപ്പോഴും കാഹളം ഒരു യുദ്ധത്തെ കൊണ്ടുവരും. ഇത് കേട്ട് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിൽ അവിടെ ഒരു യുദ്ധം ഉണ്ടാകും. പോകരുത് പോകരുത്, ഇത് കൾട്ടാണ്, ദുരുപദേശമാണ്. നോക്കൂ, കോടിക്കണക്കിന് ജനം, ഇത്രയും സഭകൾ ഉണ്ടായിരിക്കുമ്പോൾ എല്ലാവരെയും ശരിയാണോ തെറ്റാണോ എന്നറിയാത്ത തരത്തിൽ വാസ്തവത്തിലിരിക്കുമ്പോൾ ഈ പന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കരുത് എന്ന് പറയുന്നവരായിരിക്കും 99%. അപ്പോൾ അവിടെ ഉണ്ടെന്ന് യുദ്ധത്തിൽ ജയിച്ച് പുറത്തേക്ക് വരുന്നവനാണ്. യേശു പറഞ്ഞു, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി ഇരിപ്പാൻ വരം നൽകും. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല, ഒരു ബൈബിൾ പണ്ഡിതനും കേട്ടില്ല. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് കേട്ടതാരാ? വഴിവെക്കിൽ കിടന്നവരാ. ഒരു വിദ്യാഭ്യാസവും യോഗ്യതയും മതപാണ്ഡിത്യവും ഒന്നുമില്ലാതിരുന്ന ജനങ്ങളാണ് കേട്ട് വിശ്വസിച്ചത്. എന്നാൽ മശിക രക്ഷകനാണത്, യഹോവ രക്ഷകനാണ് എന്ന് വിശ്വസിച്ച, എന്നാൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ച കുറച്ച് പേരുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും കുറച്ച് വിശ്വാസികളും ഉണ്ടായിരുന്നു. അവരാണ് യേശുവിൻ്റെ പിന്നാലെ നടന്നിട്ട് യേശു എന്തു ചെയ്താലും വിമർശിച്ചിരുന്നത്. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? അതായത് സ്വർഗത്തിൽ അയക്കപ്പെട്ട ഒരുവൻ വരുമ്പോൾ അവനെ കേട്ടുകൊള്ളാം എന്ന ഉറപ്പിൻ്റെ അടയാളമാണ് പ്രവാചകന്മാരുടെ വചനത്തിൽ നിന്ന് തെറ്റിപ്പോയ നാം മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ആ പഴയ പാണ്ഡിത്യമെല്ലാം കുഴിച്ചിട്ട്, അതാണ് സ്നാനം, കുഴിച്ചിട്ട് ജീവൻ്റെ പുതുക്കത്തിൽ ക്രിസ്തുവിനോടുകൂടെ കളപ്പുരയിൽ ശേഖരിക്കുന്ന ചെറിയൊരു കൂട്ടത്തിൻ്റെ പ്രവൃത്തി മുന്നോടിയായി ചെയ്താണ് യോഹന്നാൻ സ്നാപകൻ. അത് വിളിച്ചു പറഞ്ഞ് പുറത്തേക്ക് വന്ന ആരായിരുന്നു വന്നത്? എല്ലാം വിവരവും വിദ്യാഭ്യാസമില്ലാത്തവർ. അതിന് വചനമുണ്ടായിരുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരുവനുണ്ടായിരുന്നു, അത് യോഹന്നാൻ സ്നാപകനായിരുന്നു. ആ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ്
വളഞ്ഞതൊക്കെയും ചൊവ്വായി വരണം, ഉയർന്നത് താഴ്ന്നും താഴ്ന്നത് ഉയർന്നും. പല തരത്തിലുള്ള വിശ്വാസത്തിലുണ്ടായിരുന്ന സഭകളുണ്ടായിരുന്നതിനെ എല്ലാം ഒരേ വിശ്വാസത്തിൽ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ വിശ്വാസത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ ദൗത്യം. അങ്ങനെ ജീവിച്ചിരുന്ന മണവാട്ടിയെ പുറത്തേക്ക് വിളിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ ചേർത്തതാണ് യഥാർത്ഥ കളപ്പുര. ആ കളപ്പുരയിൽ വന്നവർക്ക് പിന്നെ മർമ്മങ്ങളായും ഉപമകളുമായാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് അവരോട് ചോദിച്ചത്, കർത്താവേ, നീ എന്താ ഉപമയായി സംസാരിക്കുന്നത്? യേശു പറഞ്ഞു, നിങ്ങൾക്കോ ഗ്രഹിപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു, പുറത്തുള്ളവർക്കോ വരം ലഭിച്ചിട്ടില്ല. നോക്കൂ, അന്ന് പള്ളിക്കകത്തിരുന്നവരെല്ലാം ക്രിസ്തുവിന് ഉള്ളിലാണ്, ദൈവസഭയുടെ അംഗമാണ്. ഈ പുറത്ത് കിടന്നവരാണ് പുറത്തുള്ളവർ എന്ന് അവർ കരുതിയിരുന്നപ്പോൾ ദൈവം യേശു ക്രിസ്തു പറയുന്നു, അവരാണ് പുറത്തുള്ളവർ. നോക്കൂ, കാലത്തിൻ്റെ ദൈവിക വെളിപ്പാട് വിളിച്ചു പറയുമ്പോൾ ഗോതമ്പാകുന്ന നിങ്ങളുണ്ടെങ്കിൽ അത് കേട്ട് ഗ്രഹിക്കുന്നവനാണ് ദൈവത്തിനുള്ളവൻ. ഗ്രഹിക്കാത്ത 99% പുറത്തുള്ളവരാണ്. ഇതാകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ബൈബിളിൽ ഒരു രീതിയുണ്ട്, ആരും പഠിപ്പിക്കാത്തത് കൊണ്ട് ആർക്കും അറിയുന്നില്ല. സ്തോത്രം. അങ്ങനെ വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നവർക്ക് പിന്നെ മർമ്മമായും ഉപമയായും ഗൂഢമായും സംസാരിച്ചു. അവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളായിരുന്നു. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതായത് എൻ്റെ രക്തം കുടിക്കാതെ എൻ്റെ മാംസം തിന്നാതെയും ഇരിക്കുന്നവനിൽ ജീവനില്ല. ഓ, നിന്നെ തിന്നാനോ? നോക്കൂ, അപ്പം തിന്നാനും വിമർശിക്കാനും രോഗസൗഖ്യത്തിനും വന്നവരെല്ലാം പോയി. യേശു വിളിച്ച 70 ശിഷ്യന്മാരും പോയി. 12 പേർ പിതാവ് ആകർഷിച്ച്, അതായത് യോഹന്നാൻ സ്നാപകം വഴിയായി ജീവിച്ചിരിക്കുന്ന മണവാട്ടി എന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന 12 പേർ. അവർ അങ്ങനെ ജീവിച്ചിരിക്കുന്ന മണവാട്ടിയെ പുറത്തേക്ക് വിളിച്ച വിളിയാണ് കർത്താവ് താൻ ഗംഭീരനാദം. ആ വന്ന ചെറിയ കൂട്ടം അവർക്ക് മർമ്മമായി ഉപമയായും ഉള്ളത് മാത്രമേ ഗ്രഹിച്ചുള്ളൂ, മറ്റുള്ളവർക്ക് ഗ്രഹിച്ചില്ല. അവരായിരുന്നു പുറത്തുള്ളവർ. ആ കേട്ടതിൽ നിന്നുമാണ് 3 പേരെ മറുരൂപമലയിലേക്ക് കർത്താവ് കൊണ്ടുപോയത്. നോക്കൂ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവർ എരിവുകാരായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ വിളി ആദ്യത്തെ യോഹന്നാൻ സ്നാപകനോട് വിളിച്ച് 3-3.5 വർഷം കഴിഞ്ഞ ശേഷം മറുരൂപമലയിലേക്ക് പോകുമ്പോഴാണ് 3 പേരെയും കൊണ്ട് മറുരൂപമലയിൽ പോകുമ്പോൾ രണ്ടാമത്തെ വിളി, ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നവർ പുറത്തേക്ക് വരുന്നു, മോശയും ഏലിയാവും. ഇതാണ് ദൈവത്തിൻ്റെ കാഹളം. പ്രധാന ദൈവദൂത ശബ്ദം, രണ്ടാമത്തെ ശബ്ദം. അപ്പോൾ രണ്ടാമത്തെ ശബ്ദം ജീവിച്ചിരിക്കുന്ന മണവാട്ടി കേട്ടില്ല. ജീവിച്ചിരിക്കുന്ന മണവാട്ടി, ഇപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഈ കർത്താവ് താൻ ഗംഭീരനാഥം, ഇന്ന് ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നവർ കേൾക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ വിളിക്ക് ദൈർഘ്യമുണ്ടായിരുന്നു. ഇവർ ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നവർ അവിടെ വന്നു. ആദ്യം ജീവിച്ചിരുന്ന മണവാട്ടിയും വന്നു, ക്രിസ്തുവിൽ മരിച്ചിരുന്ന മണവാട്ടിയും വന്നു. ഇവർ തങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോഴും ടൈമുണ്ട്. ഇവിടെ 3 കുടിലുകളുണ്ടാക്കട്ടോ എന്നൊക്കെ ചോദിച്ചോടെ സംസാരിക്കുന്ന ടൈമുണ്ട്. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ കാഹളം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പിന്നെ കണ്ണു തുറന്നാറേ, യേശുവിനല്ലാതെ മറ്റാരെയും കണ്ടില്ല. നോക്കൂ, കുറച്ചുകൂടി വിശദീകരിച്ച് പറയേണ്ടതുണ്ടായിരുന്നു, സമയം തീർന്നു പോയി. കർത്താവ് തൻ ഗംഭീരനാഥം, പ്രധാന ദൈവദൂത ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ഇത് 3 സമയത്ത് നടക്കുന്നതാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഒന്നാമത്തെ വിളി, ജീവിച്ചിരിക്കുന്ന അനേക സഭകൾ വ്യത്യസ്തമായിരിക്കുന്നതിൽ നിന്ന് യഥാർത്ഥ ദൈവസന്തതിയെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് കളപ്പുര ശേഖരിച്ച് അവർക്ക് പിന്നെ സംസാരിച്ചു കൊടുക്കുന്ന ദൈവിക മർമ്മമാണ്. ഇതുപോലെ കേട്ട് വിശ്വസിക്കുന്നവർക്ക് ഞങ്ങൾ ദൈവത്തിൻ്റെ മർമ്മങ്ങളാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു സഭകൾക്കും അത് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അത് വെളിപ്പെടുത്തി കഴിഞ്ഞു, മുദ്രകൾ തുറന്നു. ബൈബിളിലെ മുദ്രകളെല്ലാം ഇന്ന് മണവാട്ടിയായ നാം കേട്ട് ഗ്രഹിക്കണം, അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ മർമ്മങ്ങളും തുറന്നു കഴിഞ്ഞു. 7ാമത്തെ ഇടിനാദം പോയിട്ട് ബാക്കിയെല്ലാം തുറന്നു കഴിഞ്ഞു. അത് സൈലൻ്റാണ്, കർത്താവിൻ്റെ വരവാണ്. അത് കേട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് 3 പേരെയും കൊണ്ട് മറുരൂപമലയിൽ പോയി ക്രിസ്തുവിൽ മരിച്ചിരുന്നവർ രണ്ടാമത്തെ വിളി അവിടെ വന്നു. കണ്ണിമയ്ക്കുന്നതിനുള്ളതല്ല, കണ്ണിമയ്ക്കുന്നത് സംഭവിച്ചത് ഈ 2 മണവാട്ടി രൂപാന്തരം മാത്രമാണ്. കണ്ണിമയ്ക്കുന്നതിനുള്ള മുകളിലേക്ക് എടുക്കപ്പെട്ടു. ഇതാണ് വചനസത്യം. നോക്കൂ എങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു ശബ്ദമാണ് ഞാൻ നിങ്ങളെ വിളിച്ചു പറയുന്നത്. അടുത്ത എപ്പിസോഡിൽ തുറന്ന് പറയുന്നതാണ്. കർത്താവ് നിങ്ങളെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവെ, ഇന്ന് കേട്ട വചനം കേട്ട് ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആടുകൾ, ബൈബിൾ പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അന്യനെ അറിയായികയാൽ അവർ അന്യനെ വിട്ട് ഓടിപ്പോകുന്നു. കർത്താവായ യേശുവേ, അവരുടെ ഹൃദയക്കണ്ണ് തുറന്നു കൊടുത്തതിനായി നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.